ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിരുന്നു. ഉച്ചവരെയായിരുന്നു നമുക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിന്ററൊക്കെ കഴിഞ്ഞ് പച്ചപ്പ് ഹരിതാവൊക്കെ തിരിച്ചു വന്ന് നല്ല മഞ്ഞപ്പൂകളിലായി അടിപൊളിയായിട്ട് കാണാനിപ്പോൾ. നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് സാറ്റർഡേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. ഹൗ മച്ച് ഫോർ ദിസ്? 25 zloty. നമ്മൾ ആദ്യം കയറിയത് ഒരു അമ്മമ്മയുടെ ഷോപ്പിലായിരുന്നു. അവിടെ കുറേ കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സും നമുക്ക് പറ്റിയ കുറച്ച് ടോപ്സും പാൻസൊക്കെ ഉണ്ടായിരുന്നു. അമ്മമ്മ ഇങ്ങനെ ഓരോന്നെടുത്ത് തരുന്നുണ്ടായിരുന്നു. അത് നോക്ക്, ഇത് നോക്കുന്നു പറഞ്ഞിട്ട്. ഒരുപാട് കുട്ടികളുടെ ഉടുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇവിടെ മൊത്തം കുട്ടികളതല്ലേ. നമ്മൾ വാങ്ങാൻ വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയെങ്കിലും അവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ഇല്ല, ഓൺലി ക്യാഷ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു സാർ. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ അമ്മമ്മയുടെ ടാറ്റയും പറഞ്ഞിട്ട് അടുത്ത ഷോപ്പിലേക്ക് നടന്നു. അടുത്ത ഷോപ്പും ഡ്രസ്സിൻ്റെ തന്നെയായിരുന്നു. നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ വാവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തോന്നിയില്ല. അതുകൊണ്ടൊന്നും എടുത്തില്ല. പിന്നെ ചീപ്പ് റേറ്റിനൊക്കെ സാധനം കിട്ടും ഇവിടെ. പൊതുവേ രാവിലെ 9 മണിക്ക് അങ്ങനെ തുടങ്ങിയിട്ട് 11 മണി അങ്ങനെ ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യേണ്ടതാണിത്. ഇന്നെന്തോ കുറച്ച് ലേറ്റായി തോന്നി ഒരു ക്ലോസിങ്. കുറേയൊക്കെ ഷോപ്പൊക്കെ പൂട്ടി തുടങ്ങി. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൂട്ടി തുടങ്ങി. എല്ലാവരും എടുത്തു വെച്ച് സാധനങ്ങളൊക്കെ. നമ്മൾ വന്ന സമയം വളരെ ലേറ്റ് ആയിട്ടാണ്. പോളണ്ടില് കുറെ ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ട് സൺഡേ മാർക്കറ്റിന്റെ. പക്ഷെ ഇവിടെ സാറ്റർഡേയാ. അത് എന്തിനാന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാറില്ല. നമുക്ക് സാറ്റർഡേ പണിയുണ്ടല്ലോ. ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്നെന്തോ അവര് പൂട്ടാൻ കുറച്ച് ലേറ്റ് ആയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഉച്ചക്ക് വിട്ട സമയത്ത് കിട്ടി. ഇപ്പം വെയിലൊക്കെ വന്നോണ്ട് 12 വരെ ചിലപ്പോ അതായിരിക്കും. പൊതുവെ വിന്ററിൽ തന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോ തന്നെ ഇവര് എല്ലാം അടച്ചു പോകും. ഇപ്പോ സമ്മറായ സമയത്ത് ഇപ്പൊ സമ്മറായപ്പോ ഒരു 12 മണി വരെയൊക്കെ ഇപ്പൊ തുറക്കുന്നുണ്ട്. കുറച്ച് വൈറ്റമിൻ ഡി ആവാം. ഒന്നിച്ചുള്ള 2 പിള്ളേർ വിദ്രങ്ക പോയിട്ടുണ്ട്. അവരോട് കുറച്ച് ബീർ വാങ്ങിക്കാൻ പറഞ്ഞു. ഒരു ട്രിപ്പ് ലെവിറ്റൻ്റെ കയറിയിട്ട് ബീർ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴേക്ക് വിദ്രങ്കയിൽ ബീറിന് ഓഫറുണ്ട്. 6 എടുത്ത 6 ഫ്രീന്ന് അങ്ങനെ എന്തോ ഓഫറുണ്ട്. അപ്പോൾ പിള്ളേർ എടുക്കാൻ പോയിട്ട് വേണമെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പിള്ളേർ എടുക്കുന്നതല്ലേ അല്ലേ. ഞാൻ 6 പറഞ്ഞു, 5 പറഞ്ഞു, 5 തരുമോ? 5 കണക്കിലിട്ടപ്പോ 4 ഇപ്പൊ എടുക്ക്. പോർക്കായിരുന്നു, അതുകൊണ്ട് ലോക്കലിൽ Dzień dobry, Mariam. Look, say hi. എന്താന്നറിയില്ല, ഇപ്പം വിശപ്പ് ഭയങ്കര കൂടുതലാണ്ട്. ലെവിറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ 2 റെസൻസും വാങ്ങി, അതും കഴിച്ചു. അങ്ങനെ നമ്മൾ റൂമിലെത്തി കുക്കിംഗ് പരിപാടികളെല്ലാം തുടങ്ങി. ടൈയുടെ ഒരു ബിയറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് വീക്കെൻഡെല്ലാം ആയ സ്ഥിതിക്ക് ഇന്നത്തെ ഫുഡ് ഇതാണ്. നഗറ്റ്സ്. ഹൈ ശിവൽ. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ചെന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന്. ജിതീഷും വിളിച്ചിരുന്നു പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട്. ജിതീഷ് പുതിയ സ്കേറ്റിംഗ് ബോർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് അതൊക്കെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതാ ആഗ്രഹം. ആഹാ, ശ്രദ്ധിച്ചിട്ട്.
മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് ചാടിട്ടല്ലേ ചെയ്യും. അതൊക്കെ പറയുമ്പോ നല്ല സുഖ. പരിപാടി അറിയാട്ടാ. എന്ത് തോന്നുന്നു? സ്പീഡിലാണ് പെട്ടെന്ന് പഠിച്ചിട്ട്. കള്ള ശരിയായ കള്ളേ, നീയാ കള്ളേ. കണ്ട മോഹം കണ്ട അല്ലേ? ഇവിടെ ഇതൊന്ന് അത് നോക്കിയാ കള്ളേ തരിക്കള്ളേ, ശരിയായ കള്ളേ. ഇങ്ങനെ സൂം ചെയ്ത് ഇത്രയാവും. കള്ളനോട്ടം നോക്കി ശരിയായ കള്ളേ കണ്ട. പിന്നെ നമ്മൾ താഴോട്ട് കുളത്തിൻ്റെ സൈഡൊക്കെ പോയി അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾ നടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാൾ അവിടെ നിന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.